പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തൊൽഹത്താണ്, റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂര്. അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്ന റോയൽ എൻഫീൽഡ് ഒരു യൂസ്ഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് റോയൽ എൻഫീൽഡ് BS6 ആണ് കേട്ടോ. BS6 എന്ന് പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കണ്ടാലും സൈലൻസറിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാവും, ഓക്സിജൻ സെൻസർ ഉണ്ടാവും, കംപ്ലീറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു വണ്ടി BS6 വണ്ടി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യം, മഴയത്ത് ഒക്കെ ഓടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. അതായത് നല്ലതായിട്ട് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം അടിച്ച് ഓടാൻ വെക്കുക. പിന്നെ അതുമാതിരി വെള്ളം വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗങ്ങളിലേക്കൊന്നും വെള്ളം അടിച്ച് കഴുകാതെ വെക്കുക. ഇനി വല്ലാതെ ഒരു വിഷയങ്ങൾ ത്രോട്ടിൽ ബോഡിക്ക് അങ്ങനത്തെ ECM-നൊക്കെ വല്ലാതെ കംപ്ലൈന്റ് വരുന്നുണ്ട്. അതുമാതിരി തന്നെ ABS മോഡുലേറ്ററിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. കാരണം ABS മോഡുലേറ്റർ ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. BS6 വന്നത് ABS മോഡുലേറ്റർ വെള്ളം കയറിയിട്ട് ഒരു 15-16 രൂപ ചെലവ് വരും അതിന്. അതുകൊണ്ട് ഈ വാഹനം എടുക്കുന്ന സമയത്ത് ABS-ന്റെ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ വാഹനം നിങ്ങൾ ചെക്ക് ചെയ്യാതെ വണ്ടി എടുക്കരുത്. കാരണം 16,000 രൂപ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കേസാണ്. പിന്നെ മോഡുലേറ്റർ കംപ്ലൈന്റ് ആയ ചില ആളുകൾ വരും സെൻസർ കംപ്ലൈന്റ് ആണെന്നൊക്കെ, പക്ഷെ അല്ല. ABS-ന്റെ ലൈറ്റ് ഇതാണ് വരിക. ഇത് വണ്ടി ഒരു 5 കിലോമീറ്റർ സ്പീഡിലായി കഴിഞ്ഞാൽ ഓഫ് ആവണം, സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഫ് ആവണം. അതുമാതിരി MIL ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഓഫ് ആവണം. ഈ രണ്ട് കാര്യങ്ങളും ഓക്കെ ആണോ നോക്കുക. രണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം BS6 വാഹനം എടുക്കുക കേട്ടോ. പിന്നെ വരുന്നത് BS4 ആണ്. രണ്ടായിരത്തി 2017 ശേഷമുള്ള വണ്ടിയാണ് BS4 വരുന്നത്. BS4 പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അതായത് മാതിരി ഒരു പൾസർ വാൽവിന്റെ ഒരു സിസ്റ്റം ഉണ്ടാവും. കാനിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ഫിൽറ്ററിംഗ് യൂണിറ്റ് കൊടുക്കേണ്ടതിന്, അതായത് ടാങ്കിലെ വേപ്പർ തിരിച്ച് കാർബറേറ്ററിൽ വിടുന്ന സിസ്റ്റമാണ് പറയുന്നത് കേട്ടോ. ഇതെടുക്കുമ്പം അതേമാതിരി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ചേസിന്റെ ഈ ഭാഗത്ത് വലിയ ബെൻഡോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. ഈ ചേസിന്റെ ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒടിവോ കാര്യങ്ങളോ ആക്സിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ചതവോ അല്ലെങ്കിൽ പിന്നെ ഹാമർ കൊണ്ട് അടിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് റൗണ്ട് ആണോ നോക്കണം കേട്ടോ. ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക, കറക്റ്റ് റൗണ്ട് ആണോ സ്ട്രൈറ്റ് ആണോ നോക്കുക. പിന്നെ ഈ ഭാഗത്ത് ചേസിന് പൊട്ടുന്ന ഒരു സിസ്റ്റം വരലുണ്ട്. കാരണം ഈ സൈഡ് സ്റ്റാൻഡ് വെച്ച് തിരിക്കുക. അപ്പോൾ സാധാരണ അണ്ടർസിസ്റ്റ് ചെയ്യുന്ന മാതിരി സൈഡ് സ്റ്റാൻഡ് വെച്ച് തിരിക്കാൻ പറ്റും. ചേസിന് ഇവിടെ ഒരു ക്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെൽഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ ക്രാക്ക് സൗണ്ടോ അല്ല അനാവശ്യ സൗണ്ടുകളോ മറ്റോ വരുന്നുണ്ടോ നോക്കുക. സെൽഫ് എടുക്കുന്ന സമയത്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ടല്ല, ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 5 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് സെൽഫ് ഒരു 5-6 പ്രാവശ്യം അടിച്ചിട്ട് വല്ല സൗണ്ടോ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒരു 4,500 രൂപ സെൽഫിന് ചെലവ് വരുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഈ ഭാഗം നോക്കുക. പിന്നെ സ്റ്റാർട്ട് നോക്കിംഗ് സൗണ്ട്, എഞ്ചിന് പോലെ നോക്കിംഗ് സൗണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുത്ത് ഒഴിവാക്കുന്ന സമയത്ത് നോക്കിംഗ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ക്രാങ്കിന്റെ സൗണ്ട് ആയിരിക്കാം. പിന്നെ വേറൊരു വിഷയമാണ് ഡിസ്കിന്റെ റോട്ടറിന് കംപ്ലൈന്റ് വരുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഫ്രണ്ട് ചാടി കളിക്കണോ നോക്കുക. അതായത് വെട്ടിയില്ല ചാടിയാണ് വണ്ടി നിൽക്കുന്നതെങ്കിൽ ഡിസ്കിന്റെ റോട്ടറിന് കംപ്ലൈന്റ് ആണ്. 2,000 രൂപ വരുന്ന സാധനമാണ് ഡിസ്കിന്റെ റോട്ടർ. അപ്പോൾ ഈ റോട്ടറിന്റെ റേറ്റ് പൈസ കുറച്ചിട്ട് നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ കംപ്ലൈന്റ് തീർത്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. പിന്നെ ചെയിൻ സ്പോക്കറ്റ് പോയോ എന്നുള്ളത് അറിയാൻ ഇത് നോക്കിയാൽ മതി കേട്ടോ. ചെയിൻ സ്പോക്കറ്റിന് ചിലപ്പോൾ ടീത്ത് ഉണ്ടാവും, സ്പോക്കറ്റ് മാത്രം മാറ്റി വണ്ടികൾ വല്ലതും ഉണ്ടാവും. ഇത് നോക്കുക. ഇതിന് വല്ലാതെ പ്ലേ ഉണ്ടെങ്കിൽ ചെയിൻ സ്പോക്കറ്റ് മാറ്റാതെ നടത്തട്ടെ. അതുണ്ടോ ഡിസ് വലിക്കില്ല, ചെയിൻ സ്പോക്കറ്റ് ഓക്കെയാണ്. പിന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് വലിയ വെട്ടലോ നല്ല പൊളച്ചിലോ കാര്യങ്ങളോ എന്തെങ്കിലും വീടിന്റെ റിമിന് ട്യൂണിങ് ഔട്ടായിരിക്കും, നല്ല ബെൻഡായിരിക്കാം. സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടതിന് ശേഷം വണ്ടി ഒന്ന് തിരിച്ചു നോക്കുക.
അതിനുശേഷം റിങ്ങിന് ബെൻഡോ കാര്യങ്ങളുണ്ടോ നോക്കുക. അപ്പോൾ ഇതാണ് BS4 പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം. എഞ്ചിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും. പിന്നെ BS4 വണ്ടി കാർബറേറ്റർ BS3 ഫിറ്റ് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം കേട്ടോ. BS4 ഈ ഒരു പൈപ്പ് നോക്കുക കേട്ടോ. ഈ പൈപ്പ് ഇത് നല്ല നോക്കി, ഇത് എവിടെയെങ്കിലും ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്, ഇവിടെ എന്തെങ്കിലും ബോളോ എന്തോ ഇട്ടിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടോ നോക്കുക. അങ്ങനെയാണ് BS4 വണ്ടി നമ്മൾ BS3 കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ വണ്ടി മിസ്സിങ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ മൈലേജ് കുറയും കേട്ടോ വണ്ടിക്ക്. അതുമാതിരി തന്നെ ഇവിടെ ടാങ്കിൽ നിന്ന് വരുന്ന വേപ്പർ ഉണ്ട്, വേപ്പറിൻ്റെ ഒരു ഹോസ് ഉണ്ട്. ആ ഹോസ് ഡിസ്കണക്റ്റ് ആണോ നോക്കണം കേട്ടോ. ഈ ഹോസ് ഡിസ്കണക്റ്റ് ആണെങ്കിലും ആ വണ്ടിയുടെ BS4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വേപ്പർ ഇവിടെ തുറന്നിട്ട് വണ്ടിക്ക് ഫെയർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾ ഇവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിടും. അപ്പോൾ ഈ വേപ്പറുള്ള ഒന്ന് വെള്ളത്തിൻ്റെ ആണ്, രണ്ടെണ്ണം ഉണ്ടാവും. ഒന്ന് ടാങ്കിൻ്റെ ടോപ്പിൻ്റെ മുകളിൽ വെള്ളം ഒഴിവായി പോകാനുള്ളതാണ്. ഒന്നൊരു വേപ്പർ, ടാങ്കിൻ്റെ വേപ്പർ, പൾസർ വാൽവ്, പർജ് വാൽവ് വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഇതാണ് BS3 വരുന്നത് കേട്ടോ. BS3 ആണ്. BS3 തരുന്നത് ടാങ്കിൻ്റെ വേപ്പറൊക്കെ ടാങ്കിൻ്റെ ടോപ്പിലൂടെ കഴിഞ്ഞു പോകുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇതിന് അതായത് വണ്ടി BS3 വണ്ടിയൊക്കെ നല്ല ലോ കിലോമീറ്റർ വണ്ടി കിട്ടുകയാണ്. വല്ലാതൊരു മെയിൻ്റനൻസ് ഇല്ലാത്തൊരു വണ്ടി തന്നെ പറയും. സ്റ്റാൻഡേർഡാണ് വണ്ടി. വല്ലാതൊരു മെയിൻ്റനൻസോ ബുദ്ധിമുട്ടോ, അതായത് വല്ലാതൊരു പൈസ ചിലവില്ലാത്തൊരു വണ്ടി എന്ന് പറയാൻ പറ്റിയൊരു വണ്ടി BS3. അത് കഴിഞ്ഞാൽ BS4. ബാക്കിയുള്ളതൊക്കെ ചെറിയ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഇതിനേക്കാളും കൂടുതലായിട്ട് എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ TC യൂണിറ്റ് BS3 ബ്ലൂ കളറായിട്ട് ഉണ്ടാവുക. അപ്പം ഇത് ചില ആളുകൾ BS4 മാറ്റിയിടുന്ന ആളുകളുണ്ട്. ഇപ്പോൾ BS3ക്കും BS4 വരുന്നത് ബ്ലൂവും BS4 വരുന്നത് ഗ്രീനും ആയിരിക്കും കേട്ടോ. ഗ്രീന് വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്. അത് TC തന്നെ സെയിം പാർട്ട് നമ്പറുള്ള TC തന്നെ മാറ്റിയിടാൻ നോക്കുക. അതിൻ്റെ ഫയറിങ്ങിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ BS3 വണ്ടി പിന്നെ സ്റ്റാൻഡേർഡ് ആണ്. ഡിസ്ക് ബ്രേക്ക് അല്ല, ഫ്രണ്ട് ഡ്രം ബ്രേക്ക് ആണ് വരിക. അപ്പോൾ ഈ ഡ്രം ബ്രേക്കിന് 470 രൂപ വരുന്നുണ്ട് ബ്രേക്കിൻ്റെ പാഡിന് കേട്ടോ. 1,000 കിലോമീറ്റർ വരെ ഓടും അത്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന മെയിൻ്റനൻസ് ചെറിയ രീതിയിൽ ഒരു ജാമിങ് വരുമെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ എക്സോസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, സൈലൻസർ ഇത് മാറ്റിയിട്ടുള്ളതാണ്. പണിഷബിൾ ആണ്. 5,000 വരെ നമുക്ക് ഫൈൻ കിട്ടാവുന്ന ഒരു കേസാണിത്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്. ചേസ് നല്ലോണം ശ്രദ്ധിക്കുക, ചേസിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക. എഞ്ചിൻ്റെ ക്രാങ്കിങ് നോക്കുക. കിക്കർ വല്ലാതെ ടൈറ്റ് ഉണ്ടോ നോക്കണം. കിക്ക് അടിക്കുന്ന വല്ലാതെ ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കണം. സ്റ്റാൻഡിൽ ഇവിടെ ക്രാക്ക് ഉണ്ടോ നോക്കണം. ഈ സ്റ്റാൻഡ് കുറച്ച് കനം കുറഞ്ഞ സ്റ്റാൻഡ് പ്ലേറ്റ് ആണ്. ഈ ഹെവി വണ്ടിക്ക് പറ്റിയൊരു സ്റ്റാൻഡ് പ്ലേറ്റ് അല്ല ഇതിന് കൊടുത്ത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ഒരു ക്ലാസിക്കിൻ്റെ ഹെവി അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന പുതിയ മുള്ള ഹെവി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് സ്റ്റാൻഡ് വളഞ്ഞു പോകാതെയും സ്റ്റാൻഡ് പൊട്ടാതെയൊക്കെ ഇരിക്കും. ഏതെങ്കിലും സൈഡ് സ്റ്റാൻഡ് നിർത്തിയിട്ട് കയറിയിരുന്ന് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് വളഞ്ഞു പോയിട്ട് പൊട്ടി വരുന്ന ഒരു വിഷയം അല്ലാതെ കാണാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു 3 വാഹനങ്ങളെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ വന്നിട്ടുള്ളത് കേട്ടോ. BS6, BS4, BS3 ഈ 3 വാഹനങ്ങൾ ഒരു 3 കാറ്റഗറിയെ കുറിച്ച് ക്ലാസിക്കും സ്റ്റാൻഡേർഡിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ വാഹനത്തിൽ പ്രത്യേകം എന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഏതെടുക്കണം, എങ്ങനെ എടുക്കണം, എന്തൊക്കെയാണ് പോരായ്മ, എന്തൊക്കെയാണ് ഗുണങ്ങളെന്നുള്ള മാറ്റങ്ങളെന്നുള്ളത് അടുത്ത വീഡിയോ ഉടൻ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.